ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂട്ടിലിറ്റി ബൈ വിൽഫ്രഡ് ഓവൻ. വിൽഫ്രഡ് ഓവൻ വാസ് ആൻ ഇംഗ്ലീഷ് പോയിറ്റ്. He himself has said, "My subject is war and the pity of war." Futility was written in 1918. The poem begins with a hopeful note. The theme of the poem is pointlessness of war, the helplessness of soldiers. ഫ്യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പോയിന്റ്ലെസ്നെസ് ഓർ യൂസ്ലെസ്നെസ് എന്നാണ് അർത്ഥം. ദ സ്പീക്കർ ഓഫ് ദി പോം ഈസ് എ സോൾജിയർ. സോ പോം തുടങ്ങുന്ന എന്നൊരു സോൾജിയറിൻ്റെ കമാൻഡിലൂടെയാണ്. ദ സ്പീക്കർ ഓഫ് ദി പോം ടോക്സ് ദി അതർ സോൾജിയേഴ്സ് മൂവ് ഹിം ഇൻ ടു ദ സൺ. അതായത് നമ്മുടെ ഒരു സോൾജിയർ ബാറ്റിൽ ഫീൽഡിൽ മരിച്ചു കിടക്കുവാണ്. അപ്പം ഒരു സ്പീക്കർ, അതായത് ഒരു സോൾജിയർ ബാക്കിയുള്ള സോൾജിയേഴ്സിനോട് ഈ ഡെഡായിട്ടുള്ള സോൾജിയറിനെ സണ്ണിലേക്ക് നീക്കിക്കിടത്താനായിട്ട് പറയുവാണ്. സൺ ഇവിടെ ഉദ്ദേശിക്കുന്നത് സൺ ബീംസ് ഓർ സൺ റേസ് ഇല്ലേ, ആ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് നീക്കിക്കിടത്താൻ പറയുവാണ്. ജെൻലി ഇറ്റ്സ് ടച്ച് അവയ്ക്കും വൺസ്. അപ്പം ഈ സണ്ണിൻ്റെ, ഈ സൺലൈറ്റിൻ്റെ ജെൻറ്റൽ ടച്ച് അവനെ ഉണർത്തുമെന്ന് വിശ്വാസമുണ്ട്. അപ്പം സൺ എന്ന് പറയുമ്പോൾ ലൈഫ് ഗിവിങ് ഫോഴ്സാണ് അല്ലേ. ഒരു നമുക്കറിയാം സൂര്യൻ്റെ പ്രകാശം എല്ലാം നമുക്ക് എന്താണ് ലൈഫ് ഗിവിങ് സോഴ്സാണ്. സണ്ണിന് ഏബിൾ ടു ബ്രിങ് ഔട്ട് വെജിറ്റേഷൻ ഓൺ എർത്ത്. സൺ ഈസ് ഏബിൾ ടു ബ്രിങ് ഔട്ട് വെജിറ്റേഷൻ ഓൺ എർത്ത് എന്ന് നമുക്ക് അറിയാം. അറ്റ് ഹോം, അതായത് ഇപ്പം സോൾജിയർ ബാറ്റിൽ ഫീൽഡ്, അതായത് ഇൻ ഫ്രാൻസിലെ ബാറ്റിൽ ഫീൽഡിൽ സോൾജിയറായിട്ട് അല്ലേ ബാറ്റിലൊക്കെ ഏർപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് വിസ്പറിങ് ഓഫ് ഫീൽഡ്സ് ഹാവ് സോവൺ ഓൾവേസ് ഇറ്റ് വോക്ക് ഹിം ഈവൻ ഇൻ ഫ്രാൻസ്. അതായത് പാടം ഉണ്ടല്ലോ, ഈ പകുതി വിതച്ച പാടത്തിൻ്റെ വിസ്പറിങ് ഒക്കെ അദ്ദേഹത്തിനെ ഉണർത്തിയിരുന്നു. അതായത് ഹീ സീംസ് ടു ഹാവ് ബീൻ എ ഫാമർ ബാക്ക് ഇൻ ഹോം. ഈവൻ ഇൻ ഫ്രാൻസിൽ പോലും അൺടിൽ ദിസ് മോർണിംഗ് ആൻഡ് ദിസ് സ്നോ, ഈ രാവിലെ വരെ ഈ സ്നോയി മോർണിംഗിൽ പോലും അദ്ദേഹത്തിനെ ഉണർത്തിയിരുന്നു. ഇഫ് എനിത്തിങ് മൈൻഡ് റോസ് ഹിം നൗ, ഇപ്പം എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ അദ്ദേഹം എഴുന്നേൽക്കണമല്ലോ. ദ കൈൻഡ് ഓൾഡ് സൺ വിൽ നോ, ആ ഓൾഡ് സണ്ണിന് മാത്രമേ അറിയത്തുള്ളൂ. തിങ്ക് ഹൗ ഇറ്റ് വെയ്സ് ദി സീഡ്സ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഇപ്പം നമ്മുടെ ചെടികൾക്കും അതേപോലെ തന്നെ ഈ വിത്തില്ലേ, സീഡ്സിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൺലൈറ്റാണല്ലേ. ഫോട്ടോസിന്തസിസ് അതേപോലെ സംഭവങ്ങളൊക്കെ നടക്കണമെങ്കിൽ സൺലൈറ്റ് ആവശ്യമാണ്, വാട്ടറും ആവശ്യമാണ്. അപ്പം നമ്മുടെ ഇവിടെ സണ്ണിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പറയേണ്ടത്. വോക്ക് വൺസ് ദി ക്ലേസ് ഓഫ് എ കോൾ സ്റ്റാർ. ക്ലേസ് ഓഫ് കോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ കോൾഡ് ഫ്രോസൺ എർത്താണ്. നമ്മുടെ പ്ലാനറ്റായിട്ടുള്ള എർത്ത് വൺസ് അപ്പോൺ എ ടൈം വാസ് എ കോൾഡ് പ്ലേസ് അല്ലേ. തണുത്ത് ഉറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ദ സൺ വോക്ക് ദിസ് എർത്ത് അപ്പ്. നമ്മുടെ സണ്ണാണ് എർത്തിനെ ഉണർത്തിയത് തന്നെ. വിത്ത് ഇറ്റ്സ് സൺലൈറ്റ് ആൻഡ് വിത്ത് ഇറ്റ്സ് വാമത്ത്. ആർ ലിംസ് സോ ഡിയർ അച്ചീവ്ഡ് ആർ സൈഡ്സ്. ലിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകാലുകൾ എന്താണ്, അത് നച്ചേർഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ നേച്ചറും ഹിസ് പേരൻസ് അല്ലേ. ഫുൾ നെർവ്ഡ്, ഇവിടെ ഫുൾ നെർവ്ഡ് എന്ന് പറയുമ്പോൾ ഫുൾ മാൻ ബോഡീനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റിൽ വാമാണ് അല്ലേ, പക്ഷേ ടു ഹാർഡ് ടു സ്റ്റിയർ, ഇളക്കാനായിട്ട് പാട്. വാസ് ഇറ്റ് ഫോർ ദിസ് ക്ലേ ഗ്രൂ ടോൾ. ഇതിന് വേണ്ടിയിട്ടാണോ ഈ ക്ലേനെ ഇത്രയും വലുതാക്കിയത്, ടോൾ ചെയ്തതെന്നൊക്കെയാണ് ചോദിച്ചത്. ഇവിടെ ക്ലേ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയാണ്. അതായത് ഇവിടെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് വരുന്നുണ്ട്. ഇവിടെ ക്ലേ റെഫറൻസ് ടു ഹൗ ഇൻ ദ ബൈബിൾ ഇറ്റ് ഈസ് ഗോഡ് ഡിസൈൻഡ് മാൻ ഓർ ക്രിയേറ്റഡ് മാൻ ഔട്ട് ഓഫ് ക്ലേ. നമുക്കറിയാം നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് അല്ലേ, ഗോഡ് നമ്മുടെ മനുഷ്യനെ ഉണ്ടാക്കിയത് ചെളിയിൽ നിന്നാണെന്ന് നമുക്കറിയാം. അപ്പം ഇതിന് വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് അല്ലേ, മരിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് ഇത്രയും ഗ്രൂ ചെയ്യിപ്പിച്ചത്? ഓ വാട്ട് മേഡ്
ഫാറ്റിയസ് സൺബീംസ് ടോയിൽ ടു ബ്രേക്ക് എർത്ത് സ്ലീപ്പ് അറ്റ് ഓൾ. ഇവിടെ ഫാറ്റിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുപ്പിഡ്, സില്ലി ഓർ പോയിൻറ്റ്ലെസ് ആണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തിനാണ് സണ്ണിൻ്റെ അല്ലേ, വൈ സൺലൈറ്റ് ബോതേർഡ് ടു വേക്ക് ദ എർത്ത് അറ്റ് ഓൾ. സൺലൈറ്റ് ഇങ്ങനെ എർത്തിനെ ഉണർത്തേണ്ട ഒരാവശ്യമേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു പ്രീഷ്യസ് ക്രിയേഷനൊക്കെയാണ് അല്ലേ, അതാണ് നമ്മുടെ ഈ പോമിൽ പറയുന്നത്. പിന്നെ ഇതൊരു ഇപ്പോൾ വാറിൻ്റെ യൂസ്ലെസ്നെസ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ. താങ്ക് യു.